everybody, welcome to Dr. Malavika's Muktida Ayurveda. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. എൻ്റെ തൊട്ടുപുറകെ നിങ്ങൾ കാണുന്ന മന്ദാരം. ഇത് വെള്ള മന്ദാരമാണ്. ഇതിന് ബൊഹീനിയ വേരിഗേറ്റ എന്നാണ് ബൊട്ടാണിക്കൽ നെയിം. മഞ്ഞ കളറിലും ചുമന്ന കളറിലും ഒക്കെ പുഷ്പങ്ങളുള്ള വെറൈറ്റി മന്ദാരങ്ങളുണ്ട്. ബൊഹീനിയ പെർപ്യൂരിയ, ബൊഹീനിയ ടൊമൻറ്റോസ എന്നൊക്കെയാണ് അവയെ അറിയപ്പെടുന്നത്. ഫാമിലി ഫാബേസി അല്ലെങ്കിൽ ലെഗുമിനേസി, പയറുവർഗ്ഗങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ മന്ദാരത്തിനുള്ളത്. സംസ്കൃതത്തിൽ നല്ല ഭംഗിയുള്ള പേരുകളുള്ള ചെടിയാണ് കേട്ടോ മന്ദാരം. കാഞ്ചനാരം, കോവിതാരം, കർബുദാരം, യുഗപത്രകം, ശോനപുഷ്പക, ഗാന്ധാരി, ചമരിക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിളിപ്പേരുകൾ. ഹിന്ദിയിൽ കാഞ്ചനാർ എന്നാണ് അറിയപ്പെടുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഈ ചെടി നമ്മളുടെ ഗാർഡനിൽ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അതുമാത്രമല്ല കേട്ടോ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ വെള്ള മന്ദാരം കണ്ടിട്ടുണ്ടോ? ദേവിക്ക് അമ്പലങ്ങളിൽ കൂടുതലായും അർച്ചന ചെയ്യുന്ന ഹോമം പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു പൂക്കളാണ് കേട്ടോ വെള്ള മന്ദാരം. പണ്ടൊക്കെ ചെണ്ടക്കോലിൻ്റെ നിർമ്മാണത്തിനും ഈ മന്ദാരത്തിൻ്റെ തണ്ടുകൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് കേട്ടുകേൾവി. ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ മാത്രമല്ല കേട്ടോ, നല്ല ഒന്നാന്തരം ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് ഈ മന്ദാരം. നമുക്കിനി അതിലേക്ക് കടക്കാം. അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, ഒന്നും മിസ്സാവില്ല. ആയുർവേദത്തിൽ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഈ മന്ദാരം കാണുന്നത് നമുക്ക് നോക്കാം. ചരക സംഹിതയിൽ വമനോപഗമ ഗണത്തിൽ മന്ദാരം പറയപ്പെടുന്നു. വമനോപകം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങൾ ഉൾപ്പെടുന്ന ഗണമാണ്. സുശ്രുത സംഹിതയിൽ കഷായ വർഗത്തിലാണ് ഈ മന്ദാരം പറയുന്നത്. എന്നാൽ വാഗ്ഭടൻ ശോധനദ്രവ്യങ്ങളിലും ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ശോധനദ്രവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചകർമ്മ തെറാപ്പികളിലെല്ലാം ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഏകദേശം ഉയരത്തിലുള്ള ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും വളരെ സുലഭമാണ്. എസ്പെഷ്യലി കേരളത്തിൽ വളരെയധികം കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ മന്ദാരം. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഗാർഡനിങ്ങിനും അമ്പലത്തിലൊക്കെ പൂജയ്ക്കൊക്കെ ഇതെടുക്കുന്നത്. ഈ മന്ദാരം പൊതുവെ കാണപ്പെടുന്നത് ഇടത്തരം വൃക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു 2 തൊട്ട് 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. 3 തരത്തിലുള്ള പുഷ്പങ്ങളാണ് ഇതിൻ്റെ വെറൈറ്റി വരുന്നത്. ബൊഹീമിയ വേരിഗേറ്റ എന്ന് പറയുമ്പോൾ വെള്ള കളറ്, ബൊഹീമിയ ടൊമൻറ്റോസ മഞ്ഞ കളറ്, ബൊഹീമിയ പർപ്യൂര് ഒരു റെഡ് കളറിന് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറൊക്കെ വരുന്ന ഫ്ലവേഴ്സ് വരുന്നതാണ്. കാളയുടെ കുളമ്പിന് സമാനമായ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ വരുന്നത്. 6 തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിൻ്റെ നീളം പോകും. ഇതിൻ്റെ സ്റ്റെം അല്ലെങ്കിൽ തണ്ടിൽ തവിട്ട് നിറത്തിൽ വെള്ള കലർന്ന കുറച്ച് വിള്ളലുകൾ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇതിൻ്റെ കായ്കൾ എന്ന് പറയുമ്പോൾ ഒരു 7 തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. അതിൻ്റെ ഉള്ളിൽ ഈ വിത്ത് പയറുവർഗ്ഗമാണ്. ലെഗുമിനേസിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു പയറിൻ്റെ രീതിയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. മാർച്ച് മാസത്തിലാണ് കേട്ടോ ഇതിൽ കൂടുതൽ പുഷ്പങ്ങൾ കാണുന്നത്, മഴക്കാലത്ത് കായ്കളും. ഇനി നമുക്ക് മന്ദാരത്തിൻ്റെ ഫൈറ്റോ കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ കെമിക്കൽ കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലാവനോയിഡ്സ്, സ്ട്രെപ്പനോയിഡ്സ്, ടാനിൻസ്, സാപ്പോണിൻസ്, ബീറ്റാ സൈറ്റോസ്റ്റിറോൾ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കുക, ആൻറ്റി മൈക്രോബിയൽ ജേംസിനെയൊക്കെ കുറയ്ക്കുക, ആൻറ്റി ഡയബറ്റിക് ആക്ഷൻ, ആൻറ്റി ക്യാൻസറസ് ആക്ഷൻസും ഇതിനുണ്ട്. ഈ കാഞ്ചനാരം അല്ലെങ്കിൽ മന്ദാരത്തിൻ്റെ യൂസ്ഫുൾ പാർട്സ് നോക്കുമ്പോൾ സ്റ്റെമ്മ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ബഡ്സ്, ബാർക്ക്, റൂട്ട്സ് വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എല്ലാം പല രീതിയിൽ പല ഫോർമുലേഷൻസിൽ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രസം കഷായമാണ്, ഗുണം രൂക്ഷ ലഘുവാണ്, വിഭാഗം കടുവിഭാഗം, ശീതവീര്യമാണ്. ഇനി നമുക്ക് ഈ മന്ദാരം അല്ലെങ്കിൽ കാഞ്ചനാരം ഏതൊക്കെ അസുഖങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഗണ്ഡമാല എന്ന് പറയുമ്പം നമുക്ക് തൊണ്ടയിൽ വരുന്ന മുഴകൾ അല്ലെങ്കിൽ ഗ്രന്ഥികളാണ് കേട്ടോ. അത് ക്യാൻസറസ് ആവാം, നോൺ ക്യാൻസറസ് ആവാം. തൈറോയിഡ്, അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗോയിറ്റർ മുതലായ തൊണ്ട വീക്കങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. രക്തപിത്തം, രക്തപ്രതരം, അതായത് ബ്ലീഡിങ് അസുഖങ്ങളാണിതൊക്കെ. അതുപോലെ തന്നെ വ്രണങ്ങൾ, ദുഷ്ടവ്രണങ്ങൾ, നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ബുദ്ധിമുട്ടി ഹീൽ ചെയ്യാൻ പാടുള്ള ഷുഗർ വന്നിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കറിയാം, എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ കാഞ്ചനാരം പുറമേയും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് കഷായം വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ അകത്തോട്ടും ഉപയോഗിക്കാറുണ്ട്. മൂത്രകൃഷ്ണത്തിന്, അതായത് മൂത്രം പോകാൻ ഡിഫിക്കൽട്ടി ആണ്, അങ്ങനെയുള്ള കണ്ടീഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മസൂരിക, അർഷസ് മുതലായവയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഡോസ് പറയുവാണെങ്കിൽ ചൂർണ്ണമാണെങ്കിൽ ഒരു 2 തൊട്ട് 6 ഗ്രാം ചൂർണ്ണമാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഈ പുഷ്പത്തിൻ്റെ ജ്യൂസ്, അതായത് പുഷ്പസ്വരസം ഫ്രഷ് ജ്യൂസ് വരുമ്പോൾ ഒരു 20 to 30 ml ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കഷായം വരുവാണെങ്കിൽ 40 തൊട്ട് 80 ml ഒക്കെ വരെയാണ് നമ്മൾ ആ ഒരു റേഞ്ച് പറയുന്നത്.
ഇനി ഇത് ഏതൊക്കെ ഫോർമുലേഷൻസിൽ ആയുർവേദത്തിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കാഞ്ചനാര ഗുഗുലുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫേമസ്. കൂടുതലായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥി വീക്കങ്ങളിലും കഫപ്രധാനമായിട്ടുള്ളത് മേധസ് വർദ്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് കാഞ്ചനാര ഗുഗുലു. കാഞ്ചനാര ഗുഗുലു, കാഞ്ചനാര ക്വാദം, കാഞ്ചനാര ഗുളിക, കോവിദാരാദി കഷായം, ചിത്രകാതി തൈലം, ചന്ദനാസവം, ഉഷീരാസവം, മൂത്രസംഗ്രഹണീയ ക്വാദം, അതുപോലെ തന്നെ ഗണ്ഡമാല കണ്ഠനരസം. ഇതൊക്കെയാണ് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫോർമുലേഷൻസ്. ഇനി കുറച്ച് പ്രയോഗങ്ങൾ പറയാം. ആദ്യമായി നമ്മൾ പറഞ്ഞു ഗുളിക രൂപത്തിൽ കാഞ്ചനാര ഗുഗുലുമായിട്ട് നമ്മൾ കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡോക്ടേഴ്സ് എല്ലാവരും. രണ്ടാമതായിട്ട് നമുക്ക് കാഞ്ചനാരത്തിൻ്റെ കഷായം, അതായത് ക്വാദം തിളപ്പിച്ചത് സ്വർണ്ണമാക്ഷിക ഭസ്മവുമായിട്ട് നമ്മൾ ചേർത്ത് ത്വക്ക് രോഗങ്ങൾക്കും മസൂരിക പോലെയൊക്കെ പൊങ്ങി വരുന്ന അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട് മന്ദാരത്തിൻ്റെ തൊലി, അതായത് ബാർക്കിൻ്റെ തൊലി, പുറംപട്ട നമുക്ക് സമം ചുക്കും ചേർത്തിട്ട് അരച്ച് കഴിക്കാവുന്നതാണ്. അതായത് തൊണ്ട അസുഖങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ത്രോട്ട് ഡിസീസസ്, കഫജന്യമായിട്ടുള്ള മേധസ് കൂടി നിൽക്കുന്ന ഗണ്ഡമാല പോലെയുള്ള കണ്ടീഷനുകളിലെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ആരഗ്വതം അല്ലെങ്കിൽ കണിക്കൊന്നയുടെ പുറംപട്ടയും ഈ മന്ദാരത്തിൻ്റെ പുറംപട്ടയും കൂടി ചേർത്ത് നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് ഈ കഷായം വെച്ച് തിളപ്പിച്ച് പ്രക്ഷാളനം, അതായത് ഈ കഴുകാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ദുഷ്ടവ്രണങ്ങളിൽ ഈ പുഴുവൊക്കെ വരാതിരിക്കുന്ന ചില വ്രണങ്ങളുണ്ട്. ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്കിങ്ങനെ വ്രണങ്ങൾ ചിലപ്പോൾ ഹീൽ ചെയ്യാറില്ല. ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് പുറമേ ഇത് യൂസ് ചെയ്യാം, അകത്തോട്ട് നമുക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ത്വക്ക് രോഗങ്ങളിലെല്ലാം നമുക്കിത് സഹായമാകും. ഇത്രയും ഭംഗിയുള്ളൊരു ചെടിക്ക് ഇത്രയും ഔഷധ ഗുണങ്ങളും ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ അറിഞ്ഞില്ലേ? തീർച്ചയായും വീടുകളിൽ ഇല്ലാത്തവർ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ, പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ് ചെയ്ത ഡയറ്റ് പ്ലാനുകളോ ഓൺലൈൻ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങുകളോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മുക്തിദ ആയുർ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ DM ചെയ്യാൻ, മെസ്സേജ് അയക്കാൻ നിങ്ങൾ മറക്കരുത്. തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.